നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ക്രിക്കറ്റിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ സ്പോർട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് സിനിമ പോലെ തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഉൾപ്പെടുത്തി തന്നെ ക്രിക്കറ്റിനെ പറ്റിയും നമ്മളിവിടെ സംസാരിക്കുകയാണ്, സ്പോർട്സിനെ പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന T20 ലോകകപ്പ്, ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന T20 ലോകകപ്പ് സൂപ്പർ 8-ലെ ആദ്യത്തെ മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം മഴ കാരണം അത് രണ്ട് ടീമിനും തുല്യ പോയിൻറ്റുകൾ നൽകി കളി അവസാനിപ്പിച്ചു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചു, ഇംഗ്ലണ്ട് ശ്രീലങ്കയെ തോൽപ്പിച്ചു. ഇതിൽ ഏറ്റവും നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും വേദനാജനകമായ അസ്വസ്ഥത ജനിപ്പിച്ച ഒന്നായിരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത്. എന്തായിരിക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോൽക്കാനുള്ള കാരണങ്ങൾ? എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാരണം അഭിഷേക് ശർമ്മയെ കളിപ്പിച്ചതാണ്. അഭിഷേക് ശർമ്മ സുഖമില്ലാതിരിക്കുന്ന ഒരാളാണ്. ആ ആളെ, അഭിഷേക് ശർമ്മ നല്ലൊരു പ്ലെയറാണ്, പ്രതിഭാശാലിയാണ്, നമുക്കറിയാം. അങ്ങനെയുള്ള ഒരവസരത്തിൽ, അസുഖബാധിതനായിട്ടിരിക്കുന്ന ഒരവസരത്തിൽ കളിപ്പിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന കൈയാണ്. അതുപോലെ തന്നെയായിരുന്നു ഈ പ്ലേ തുടങ്ങുന്നതിന് മുൻപ് സൂര്യകുമാർ യാദവിൻ്റെ പത്രസമ്മേളനം. അഭിഷേക് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത, മികച്ച സ്കോർ, റൺ റേറ്റൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം 0-ന് ഔട്ടായാലും ഇനിയും കളിപ്പിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അഭിപ്രായ പ്രകടനം സൂര്യകുമാർ യാദവിൻ്റെ സ്വന്തമല്ല എന്നുള്ളതാണ്. ടീം മാനേജ്മെൻറ്റുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നത്. പറയുന്നത് ക്യാപ്റ്റനാണ് എങ്കിലും ആ അഭിപ്രായം വന്നതിൻ്റെ മൂല കാരണം അതിന് തൊട്ട് മുമ്പ് തലേ ദിവസം നടന്ന ചർച്ചയായിരിക്കാം. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന അഭിപ്രായമാണ് അദ്ദേഹം അവിടെ പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്. ഇത് എന്ത് തരം ടീം സെലക്ഷനാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾക്ക് അതിശയം തോന്നുന്നത്. 7 ബോളിൽ നിന്നും 22 റൺസ് എടുത്ത ഒരാളും 3 കളികളിൽ നിന്നും 0 റൺസ് എടുത്ത ഒരാളും, ഇതിലാരായിരിക്കും മികച്ച കളിക്കാരൻ? 3 കളികളിൽ നിന്ന് 0 റൺസ് എടുത്തു. നബീബിയയുമായിട്ടുള്ള കളിക്കെതിരെയാണ് സഞ്ജു സാംസൺ 22 റൺസ് എടുത്തത്. അത് 7 ബോളിൽ നിന്നാണ് 22 റൺസ് എടുത്തത്. പണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു പ്ലെയറായിരുന്നു കൃഷ്ണമാചാരി ശ്രീകാന്ത്. അദ്ദേഹം ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹം വിസ്ഫോടനം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഓവറുകളിൽ ഓപ്പണറായിട്ട് ഇറങ്ങി നല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ പല കളികളിലും അദ്ദേഹം ഔട്ടായിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടാണ് ഇന്ത്യൻ ടീം പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ പല കളികളിലും ഈ കഴിഞ്ഞ ലോകകപ്പ് T20 ലോകകപ്പിൽ തന്നെ വിരാട് കോഹ്ലി എപ്പോഴാണ് സ്കോർ ചെയ്തത്? അവസാനത്തെ കളികളിൽ, അവസാനം ദക്ഷിണാഫ്രിക്കയോടുള്ള ആ കളിയിൽ മാത്രമായിരുന്നു വിരാട് കോഹ്ലി സ്കോർ ചെയ്തത്. വിരാട് കോഹ്ലി മഹാനായിട്ടുള്ള കളിക്കാരൻ തന്നെയാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കളിക്കുന്ന സമയത്ത് സച്ചിനോട് പോലും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ സച്ചിനോട് പോലും
നമ്മുടെ ടീം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ടീം മാനേജ്മെൻറ്റിന് വേണ്ടി നടത്തുന്നത്. ഇത് ശരിയല്ല, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ തന്നെയാണ് അപകടം പറ്റിയത്. അവിടെ പറ്റിയ ഒരാളല്ല അഭിഷേക് ശർമ്മ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അഭിഷേക് ശർമ്മ നിർഭാഗ്യവശാൽ ഇഷാൻ കിഷൻ ഔട്ടാവുകയും ചെയ്തു. ഇഷാൻ കിഷൻ 0-ന് ഔട്ടാവുകയും ചെയ്തു. ഇഷാൻ കിഷൻ നല്ലൊരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പ്ലെയറായിട്ട് അഭിഷേക് ശർമ്മ വന്നില്ല. ഗ്രൗണ്ടിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ്, പരസ്പരമുള്ള ആ കമ്മ്യൂണിക്കേഷൻസ് സാധിക്കാതെ പോയത്, അഭിഷേക് ശർമ്മയ്ക്ക് സാധിക്കാതെ പോയതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖം തന്നെയാണ്. അപ്പോൾ അവിടെ കളിക്കേണ്ടിയിരുന്ന ആൾ സഞ്ജു സാംസൺ തന്നെയാണ്. ആ ഓപ്പണിങ്ങിൽ ഇറങ്ങി കളിക്കേണ്ട ആൾ സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജു സാംസനെ കളിപ്പിച്ചില്ല. അങ്ങനെ ദക്ഷിണാഫ്രിക്കയുമായിട്ട് അമ്പേ പരാജയപ്പെട്ടു. ടീം മൊത്തം പരാജയപ്പെട്ടു. ദയനീയമായിട്ട് തോറ്റു. ഇനിയിപ്പോൾ അടുത്ത 2 കളികൾ ജയിച്ചാൽ പോലും, അടുത്ത വെസ്റ്റ് ഇൻഡീസുമായിട്ടും സിംബാബ്വേയായിട്ടുള്ള കളികൾ ജയിച്ചാൽ പോലും ചില റൺ റേറ്റുകളുടെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യക്ക് സെമി പ്രവേശനം സാധ്യമാകൂ എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ നമ്മൾ തന്നെ സ്വയം വരുത്തി വെച്ചാൽ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്നുള്ള രീതിയിൽ വന്നതൊക്കെ ആരുടെ കുഴപ്പമാണ്? ടീം മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സഞ്ജുവിനെ ഒരു കാരണവശാലും കളിപ്പിക്കില്ല. കഴിഞ്ഞ ലോകകപ്പിൽ ഇതുപോലെ തന്നെയായിരുന്നു. സഞ്ജുവിനെ ടീമിലെടുത്തു. സഞ്ജുവിന് ഒരു കളി പോലും കളിക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ല. ഇവിടെ പിന്നെ നവീനെതിരെ കളിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അത് 7 ബോളിൽ നിന്ന് 22 റൺസ് അദ്ദേഹം അടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടെയാണ് മറ്റൊരു പ്രശ്നം കൂടെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. ഇന്ത്യ നേടിയ എല്ലാ ലോകകപ്പുകളിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ സഞ്ജു സാംസൺ, അതിനു മുമ്പിലുള്ള 2011 ലോകകപ്പിലും 2007 ലോകകപ്പിലും ശ്രീകാന്ത്, 83 നമ്മൾ ഇന്ത്യ ലോകകപ്പ് നേടുന്ന സമയത്ത് അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊരു അന്ധവിശ്വാസത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. മലയാളി സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യ കപ്പ് നേടും. പക്ഷെ ആ പരിപ്പ് ഈ തവണ വേവില്ല. മലയാളി താരത്തെ ഇങ്ങനെ ഒരു കപ്പടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഭാഗ്യചിഹ്നമായിട്ട് മാത്രം കൊണ്ടു നടക്കുകയും അയാൾക്ക് കളിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആരും പറയില്ല. അവിടെയാണ് ടീം മാനേജ്മെൻറ്റിന് കുഴപ്പം സംഭവിച്ചത്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സിംബാബ്വേയായിട്ട് ജയിക്കുമ്പോൾ നല്ല മാർജിനിൽ ജയിക്കണം. സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഓസ്ട്രേലിയനെയും ശ്രീലങ്കയെയും അട്ടിമറിച്ചിട്ടാണ് അവരുടെ വരവ്. അവിടെ ജയസാധ്യതകൾ വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ആൾക്കാർ നമ്മുടെ ടീം മാനേജ്മെൻറ്റ് തന്നെയാണ്. സഞ്ജുവിനെ ടീമിലെടുത്ത് സഞ്ജുവിനെ 2 കളികളിലും കളിപ്പിക്കണം. 2 കളികൾ മാത്രമല്ല, ഇനി അങ്ങോട്ട് സെമിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സെമിയിൽ കളിപ്പിക്കണം. ഫൈനലിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫൈനലിൽ കളിപ്പിക്കണം. സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇനി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടീം മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ അന്ധവിശ്വാസം നമ്മുടെ സിനിമാക്കാരുടെ ഇടയിൽ പണ്ട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവിടെ ക്രിക്കറ്റിൻ്റെ ഈ ലോകത്തിലും അന്ധവിശ്വാസമുണ്ട്. നേരത്തെ താടി വടിച്ചാൽ ഇങ്ങനെ, താടി ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കളിക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു മലയാളി താരം ടീമിലുണ്ടെങ്കിൽ ടീം ഉറപ്പായിട്ടും കപ്പ് നേടും എന്നുള്ളതാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ആ കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം സഞ്ജുവിനെ കളിപ്പിച്ചാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് ഫൈനലിൽ എത്തണമെങ്കിൽ സഞ്ജു ടീമിലുണ്ടാവണം. ദക്ഷിണാഫ്രിക്കയായിട്ടുള്ള മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു
പറഞ്ഞതാണ്. ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ മലയാളി താരത്തെ കളിപ്പിച്ചാൽ മാത്രമാണ് കപ്പ് നേടുകയുള്ളൂ. അതല്ലാതെ ഒരാളെ ഇങ്ങനെ അവിടെ ഒരു സാന്നിധ്യം മാത്രമായിട്ടൊരു ഭാഗ്യചിഹ്നം മാത്രമായിട്ട് കൊണ്ടു നടന്നാലൊന്നും കപ്പടിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള കളികളിൽ സിംബാബ്വേയായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളികളിൽ ജയിച്ച് മുന്നേറണമെങ്കിൽ, സെമിയിലെത്തി സെമിയും കടന്ന് ഫൈനലിലെത്തി കപ്പടിക്കണമെങ്കിൽ അവിടം വരെ സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടായിരിക്കണം.